കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സംഭവം അങ്ങനെ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതല്ല. ഞാൻ ബേസിക്കലി ആർട്ടിസ്റ്റാ. അപ്പം എനിക്ക് ഞാൻ അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് എപ്പോഴും പ്രൊജക്റ്റ് കിട്ടണമെന്നില്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഭൂരിപക്ഷം ആർട്ടിസ്റ്റുകളും ഈ പറഞ്ഞ കണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടന്റ് ക്രിയേഷൻ വഴി മൂവീസിലേക്ക് കയറുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സോ എനിക്ക് ആക്ച്വലി ഈ സ്ക്രിപ്റ്റ് എഴുതുക, ഇപ്പം മിക്ക ആൾക്കാരും പക്ക സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി സംഭവം പ്ലാൻ ചെയ്തിട്ടായിരിക്കും കണ്ടന്റ് ഉണ്ടാക്കുക. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര വലിയ അടിപൊളിയല്ലെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ പിന്നെ ഈ സെൽഫി വീഡിയോസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എപ്പോഴും നമുക്ക് പ്രൊജക്ട്സ് കിട്ടണമെന്നോ മ്യൂസിക് വീഡിയോസ് അല്ലെങ്കിൽ സിനിമകൾ അങ്ങനെ കിട്ടണമെന്നില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്ന ക്യാരക്ടേഴ്സ് കിട്ടണമെന്നില്ല. അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് തിരിഞ്ഞത്. അപ്പൊ എനിക്ക് ഫോളോവേഴ്സ് ഇത്രയും വേണം അങ്ങനെ ഭയങ്കര അതിന് വേണ്ടിയിട്ട് അത്ര വേറെ ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഐ ഓൾവേസ് യൂസ് ടു തിങ്ക് വീഡിയോസ് എടുത്തു തുടങ്ങിയ സമയത്ത് ഇടയ്ക്ക് ഞാൻ ആലോചിക്കുമായിരുന്നു, ലൈക്ക് ഡോണ്ട് ഐ ഡിസേർവ് അത്യാവശ്യം ഇത്രയും ഫോളോവേഴ്സ് എന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം 12:30 1 മണിക്ക് അങ്ങാണ്ട് വെറുതെ ഐ വാസ് ലൈക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് എന്നല്ല, അതിങ്ങനെ നമ്മൾ സ്പൈറൽ ഇത് ആലോചിക്കല്ലോ. യൂഷ്വലി ആൾക്കാർക്ക് ഈ ഒരു വെളുപ്പിന് ഒരു 1 മണി 2 ബോധോദയം ഉണ്ടാവുമല്ലോ. നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിലോ, എങ്ങോട്ടേക്കാണ് ഈ ജീവിതം പോകുന്നത്, എവിടേക്കാണ് ഈ പോകുന്നത്, ശരിയാവണമെന്നില്ല. നമ്മള് പണ്ട് ചെയ്ത മിസ്റ്റേക്സ് ഓർത്ത് നമ്മള് അപ്പൊ ആ സമയത്ത് ഞാൻ ഇതുപോലെ പെട്ടെന്ന് എടുത്ത വീഡിയോ ലൈക്ക് ഡോണ്ട് ഐ ഡിസേർവ് അറ്റ്ലീസ്റ്റ് ഒരു 50,000 ഫോളോവേഴ്സ്. ഞാൻ സത്യം പറഞ്ഞ അത്ര ഫോളോവേഴ്സിൽ അത്ര ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല, പക്ഷെ പെട്ടെന്നൊരു ഇതില് എനിക്ക് എന്താ തോന്നിപ്പോണ്ട് എടുത്ത വീഡിയോയാ. അപ്പൊ നൗ ഐ എം ഫീലിംഗ് ഹാപ്പി. ലൈക്ക് ഇതുവരെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഒരു നല്ലൊരു ഇതുവരെ വലിയ കുഴപ്പമില്ല. ഇപ്പൊ സിനിമ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് തോന്നുന്നു അന്നെ ഓൾറെഡി സിനിമ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതും നല്ല ക്യാരക്ടേഴ്സ് മലയാള സിനിമയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പൊ സിനിമ സ്വപ്നം കാണുന്ന ആൾക്കാര് ഇപ്പം ഒത്തിരി ഡയറക്ടേഴ്സിനെ കോണ്ടാക്ട് ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള പുറകെ ഒരുപാട് വർഷം നടക്കാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വ്ളോഗ്സ് ചെയ്യാൻ തുടങ്ങി, ഇതുപോലെ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി. ഇതിന്റെ ഒക്കെ ഒരു ബാക്കിൽ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയെങ്കിലും കണ്ട് മൂവിയിൽ കയറണം എന്നാണ്. ഇതേ ഒരു ആഗ്രഹം തന്നെയാണോ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഫേസ് എത്തും, നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലെങ്കിൽ ടാലന്റ് കുറച്ചുകൂടെ കാണിക്കാം, അങ്ങനെ ഒരു ഓൾറെഡി ആ മൈൻഡിൽ അത് ഉണ്ടായിരുന്നു? അതായത് ഞാൻ ആക്ച്വലി ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. 2-3 മൂവീസ് കഴിഞ്ഞപ്പം എൻ്റെ പപ്പ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി +1 +2 പഠിക്കുന്ന സമയത്താണ് ലാൽ സാറിന്റെ മുന്തിരിവള്ളികൾ തടുക്കുമ്പോൾ എന്ന് പറഞ്ഞ മൂവിയിൽ ബിന്ദു പണിക്കർ മാമിന്റെ അത് ക്യാരക്ടർ റോളായിരുന്നു. അപ്പം ലൈക്ക് ചൈൽഡ്ഹുഡ് ടീനേജ് ആ ഒരു സമയം വരെ ഞാൻ ലൈക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ ലൈക്ക് ഒരു +1 +2 കഴിഞ്ഞ് ഡിഗ്രി കയറി കഴിഞ്ഞ സമയത്ത് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് ആ ടൈമിൽ വന്നെങ്കിൽ പോലും എനിക്ക് അങ്ങനെ മൂവീസ് ചെയ്യാൻ അത്ര വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഇൻഡസ്ട്രി ആയിട്ട് ഭയങ്കരമായിട്ട് ഇടപഴകി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കുറച്ചുകൂടെ തിയേറ്റർ ആയിട്ടുള്ള സംഭവത്തിലേക്ക് ഇൻവോൾവ് ആയി. അങ്ങനെ തിയേറ്റർ പരിപാടിയിലേക്ക് ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അഭിനയം വരെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ ഓഡീഷൻസ് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, അതിന് കുറവൊന്നുമില്ല. പക്ഷെ എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പം കേരളത്തിൽ നമ്മൾ നിർത്തി നോക്കുകയാണെങ്കിൽ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഇഷ്ടം പോലെ കഴിവുള്ള ഒരുപാട് അടിപൊളി ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം നാടകം തന്നെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഇഷ്ടം പോലെ സൂപ്പർ ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടണമെന്നില്ല. ആൻഡ് ഓൾസോ ഈവൻ ഇഫ് ഡയറക്ടേഴ്സ് ഇപ്പം നമ്മളെ ലൈക്ക് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇപ്പം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഗ്രേസ് പോലെ കുറച്ചല്ല, അല്ലെങ്കിൽ മുത്തുമണിയുടെ പോലെ കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്താൽ. പക്ഷെ ഡയറക്ടേഴ്സിന് തോന്നണം, ഓക്കെ ഈ കുട്ടിയുടെ ഫേസ് കണ്ടിട്ട് ഓക്കെ ഈ കുട്ടിക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ഓൾറെഡി ഒരു പിക്ചർ ഉണ്ടാവും എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നുള്ള സംഭവം ഉണ്ടാവും. ഇപ്പം എൻ്റെ അപ്പൻ ഡയറക്ടറാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പുള്ളി ഇതുപോലെ കന്മഴ പെയ്യും മുൻപേ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറായിരുന്നു. ആള് തലപ്പാവ് എന്ന് പറഞ്ഞ മൂവിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പം ഇടയ്ക്ക് അപ്പനിപ്പോൾ കറന്റ് പ്രൊജക്റ്റിൽ നിൽക്കുക. അപ്പം ഞാൻ ഈ അപ്പൻ്റെ അടുത്ത് വരുമ്പോൾ അപ്പൻ എപ്പോഴും പറയും വെച്ചാൽ നമ്മൾ ഡയറക്ടേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അവർക്കും കൂടെ കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഫേസ് ആയിട്ട് തോന്നണം. സോ ഹാർഡ് വർക്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിന്റെ കൂടെ ഐ തിങ്ക് ഭാഗ്യം എന്ന് പറഞ്ഞ ഫാക്ടറും ഭയങ്കരമായിട്ടുണ്ട്. സോ ഐ തിങ്ക് ഡൂയിങ് വാട്ട് യു ലവ്. നമുക്കിപ്പം അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പെർട്ടിക്കുലർ ഡയറക്ടറോ അല്ലെങ്കിൽ ആരും തന്നില്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ തുടങ്ങിയ സംഭവമാണ് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന ആളുകള്. ഇപ്പൊ കുറച്ചൊരു പോപ്പുലർ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമല്ലേ സിനിമയെ കിട്ടാൻ അല്ലെ അവസരം കിട്ടാൻ, അങ്ങനെയും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും നിങ്ങളുടെ അവസ്ഥ ശരിക്കും എങ്ങനെയാ? അത്ര എളുപ്പം തന്നെയാണോ ശരിക്കും? അല്ലല്ല. അതായത്
ഇപ്പം ഈവൻ ഇഫ് നമ്മളിപ്പോൾ ഒരു ആഡ് ഷൂട്ടിലേക്ക് അല്ലെങ്കിൽ TVസിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസർ, ആർട്ടിസ്റ്റ് ആയിട്ടായിരിക്കില്ല. ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് പിന്നെ ഓക്കെ. കണ്ടന്റ് ക്രിയേഷൻ മീൻസ് കണ്ടന്റ് ഉണ്ടാക്കുന്നു. ഇത് ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്രാൻഡ്, ഓക്കെ നിങ്ങൾ ഇത് മേടിക്കൂ എന്ന് ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ ആൾക്കാരത് അവരെ ട്രസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ വിശ്വസിച്ച് ലൈക്ക് നമുക്കൊരു സംഭവം ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാവുക എന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നമുക്കിപ്പോൾ TVസിലേക്കൊക്കെ പോകുമ്പോൾ, ടെലിവിഷൻ ആഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആഡിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസർ എന്ന രീതിക്കാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് ചെറുതായിട്ട്. സിനിമ എളുപ്പമാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി എളുപ്പമല്ല. അതായത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അഫ്കോഴ്സ് ലൈക്ക് കുറെ ആളുകൾ ആഗ്രഹിക്കുന്ന ഇൻഡസ്ട്രിയാണ്. കോമ്പറ്റീഷൻ എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ എനിക്കിതിനെ കുറിച്ച് അത്ര ആധികാരികമായിട്ട് സംസാരിക്കാൻ പറയാൻ പാടില്ല. പക്ഷെ എല്ലാ മേഖലയിലും കോമ്പറ്റീഷൻ ഉണ്ട്. മൂവി ഇൻഡസ്ട്രിയിലാണെങ്കിലും നല്ല രീതിക്കുണ്ട്. ഓഡീഷൻസ് നമ്മളിപ്പോൾ എത്ര ചെയ്താലും ഈവൻ ഐ ഫീൽ ലൈക്ക് ഞാൻ പണ്ട് ഏതൊരു ടെലിവിഷൻ ആയിട്ട് അഭിനയിക്കാൻ പോയ ടൈമിലും കണ്ട് ഞാൻ ഈ ഭാഗ്യം ലക്ക് ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്റെ ഓപ്പോസിറ്റ് ഒരു ആർട്ടിസ്റ്റ് ആണ്. ആള് ഭയങ്കരമായിട്ട് വർക്ക്ഡപ്പ് ആയി. ഇല്ല എന്നാ ഹാർഡ് വർക്ക് ഈസ് ലൈക്ക് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹാർഡ് വർക്ക് കൊണ്ട് നമുക്ക് എവിടെ എത്താം. ഹാർഡ് വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഐ ഫീൽ ലൈക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ലക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നുണ്ട്. നമുക്കെന്റെ 2-3 കാര്യം ദൈവമേ ഒരു കൺഫ്യൂഷൻ ആയി പോകും. ഇത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാനും ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഈ ടീച്ചർ ആവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കണ്ടു വന്നിട്ടുള്ള ഒരു ടീച്ചർ എപ്പോഴും ഭയങ്കര സാരി ഒക്കെ എടുത്ത്, ഐ മീൻ എന്റെ ഫ്രണ്ട് തന്നെ ഇപ്പൊ ടീച്ചർ ആവുന്ന സമയത്ത് എനിക്ക് ഒരുങ്ങി നിങ്ങളുടെ ഒരു പ്രൊഫഷൻ എപ്പോഴും ഒരുങ്ങി നിൽക്കാലോ, ഞങ്ങൾക്ക് അത് പറ്റാറില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഐ മീൻ ഭയങ്കര ചില്ലായിട്ട് ടീച്ചേഴ്സ് നമ്മൾ ഓർക്കുമ്പോൾ കിട്ടുന്ന ടീച്ചറല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ടീച്ചേഴ്സ്. അപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയായിരുന്നു. ശരിക്കും അന്ന എന്ന് പറയുന്ന ടീച്ചർ എങ്ങനെയാ ശരിക്കും? എന്റെ പിള്ളേരൊക്കെ ഇന്റർവ്യൂ ആയിരിക്കും. ഹലോ അവരെന്തായാലും കമന്റ് ചെയ്യണം, സത്യമാണോ പറയണത്? അതായത് ഇപ്പം ഷിജിന പറഞ്ഞല്ലോ, അതായത് എന്താ നമ്മുടെ കാലഘട്ടത്തിലുള്ള ടീച്ചേഴ്സ് എങ്ങനെയായിരുന്നെങ്കിൽ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ DM-ൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ഇത് ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. ഓ നമ്മളൊക്കെ പഠിക്കണ സമയത്ത് കണ്ട, ഞാൻ പറയാൻ പോവാണ്, എനിക്കറിയില്ല, കോൺട്രവേഴ്ഷ്യൽ ആയിക്കായിട്ടുണ്ടോ, നമ്മൾ പഠിക്കണ സമയത്ത് കണ്ട തങ്കമ്പയും ഏലമ്മ ടീച്ചറൊക്കെ ആയിരുന്നു എന്നൊക്കെ. എനിക്കത് കേൾക്കുമ്പോൾ എന്തോ വിഷമം എന്നല്ല, അതായത് ഇപ്പം ഈ പറഞ്ഞ തങ്കമ്മ ടീച്ചറും ഈ പറഞ്ഞ ഏലമ്മ ടീച്ചറൊക്കെ യൂത്ത് കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അവരും ഇന്റേൺ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് അവരുടെ ഒരു യൗവനത്തിലും ടീച്ചിങ് പ്രൊഫഷൻ വന്നിട്ടാണ് അവർ ഈ ഒരു ഏജ്. ഇപ്പം ഞാൻ പ്രായമായിട്ട് ടീച്ചറായി കഴിഞ്ഞാൽ എന്നെ അന്നമ്മ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമായിരിക്കും. അപ്പോൾ എനിക്കതെന്തോ ഏജ് ഷെയ്മിങ് പോലെ ഫീൽ ചെയ്യാറുണ്ട് ചില സമയത്ത് വെൻ പീപ്പിൾ അങ്ങനെ വന്നിട്ട് DM ചെയ്യുമ്പോഴേ. ഞാൻ ഇങ്ങനത്തെ ഒരു ടീച്ചറാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ തോട്ട് ഞാൻ ഭയങ്കര കൂളായിട്ടുള്ള കമോൺ നമുക്ക് ഇന്ന് ടെസ്റ്റ് പേപ്പർ വേണ്ട എന്നൊക്കെ പറഞ്ഞ ടീച്ചറാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതെ, പക്ഷെ അങ്ങനെയല്ല. കാരണം കാര്യത്തോട് അടുക്കുമ്പോൾ മനസ്സിലായി സംഭവം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എളുപ്പമല്ല എന്നുള്ളത്. ഞാൻ ശരിക്കും വിചാരിച്ചത് പിള്ളേരുടെ അടുത്ത് ഭയങ്കര ചില്ലായിട്ട് ഇന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ ടീച്ചറാവുന്ന. പക്ഷെ ഇപ്പത്തെ കാലത്തെ പിള്ളേർ അങ്ങനെയൊന്നും അല്ല. നമ്മള് 18 അടവും പ്രയോഗിച്ചാലാണ് പിള്ളേർ പഠിക്കുകയുള്ളൂ. അപ്പൊ അത് കാരണം ഐ ഡോണ്ട് തിങ്ക് ഐ എം എ കൂൾ ടീച്ചർ. ഐ തോട്ട് ഐ വുഡ് ബി എ കൂൾ ടീച്ചർ, പക്ഷെ അല്ല. അമ്മ ഒരു ടീച്ചറായിരുന്നു. അമ്മ ടീച്ചറാണ്. അപ്പൊ ഓൾറെഡി 2 ടീച്ചേഴ്സിൽ ഒരു വേരിയേഷൻ മനസ്സിലാവില്ലേ? പക്ഷെ അമ്മ ഭയങ്കര കൂൾ ടീച്ചറാണ്. ഷീ ഈസ് എ വെരി കൂൾ ടീച്ചർ. അമ്മ ഭയങ്കര അങ്ങനെ ഒരു എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറൊന്നും അല്ല. ഞാൻ കൂൾ ടീച്ചർ ആണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലെന്ന് തോന്നുന്നു. നമുക്കിപ്പോ ഒരു പിക്ചർ ഉണ്ടാവുമല്ലോ ഒരു കൂൾ ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ആ ഒരു നിഗമനത്തിൽ ഞാൻ അല്ലെന്ന് തോന്നുന്നു. കാരണം പിള്ളേരെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നോട്ട് കംപ്ലീറ്റ് ചെയ്തതിന് പിള്ളേരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മള് ഒരു 3 പ്രാവശ്യം നമുക്കൊരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടല്ലോ പറയണേന്. ആദ്യം മക്കളെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ മക്കളെ, പിന്നെ പ്രാന്തം നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പറയേണ്ട അവസ്ഥ. എവിടെയാണോ നോട്ട് ഭയങ്കര ഇതാ. എനിക്ക് പറഞ്ഞാൽ ഐശ്വര്യലക്ഷ്മിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ആള് ടീച്ചറായിട്ട് ആ ഒരു അവസ്ഥ ഏകദേശം. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം മോനെ നോട്ട് കംപ്ലീറ്റ് ചെയ്യടാന്ന് പറയും, പിന്നെ നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മള് വഴക്ക് പറഞ്ഞു പോകും.